ഹായ് കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ വോയിസസ് ഇൻ യൂണിസൺ എന്ന 2ാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്ലോസറിക്ക് ശേഷം വരുന്ന വേർഡ് ഹണ്ട് ആണ് ഇതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി. നമുക്ക് എന്താണെന്ന് റീഡ് ചെയ്ത് നോക്കാം. വേർഡ് ഹണ്ട്. ലുക്ക് അറ്റ് ദ വേർഡ് ടുഗെദർ. ഫൈൻഡ് ആസ് മെനി വേർഡ്സ് ഫ്രം ദിസ് വേർഡ്. Write each word you get inside a star. You will get 5 stars if you write 5 words. അപ്പോൾ നമുക്ക് ടുഗെദർ എന്നുള്ള വേർഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ടുഗെദർ എന്ന വേർഡിൽ നിന്നും നിങ്ങൾക്ക് പറ്റുന്നത്ര വേർഡ്സ് നിങ്ങൾ ഉണ്ടാക്കുക. അതായത് അതിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്നത്ര വേർഡ്സ് ഉണ്ടാക്കുക. റൈറ്റ് ഈച്ച് വേർഡ് യു ഗെറ്റ് ഇൻസൈഡ് എ സ്റ്റാർ. ഇവിടെ കുറേ സ്റ്റാർസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന എല്ലാ വേർഡ്സും ഈ സ്റ്റാർസിനകത്താണ് നമ്മൾ എഴുതേണ്ടത്. യു വിൽ ഗെറ്റ് 5 സ്റ്റാർസ്. നിങ്ങൾക്ക് 5 സ്റ്റാർസ് കിട്ടും ഇഫ് യു റൈറ്റ് 5 വേർഡ്സ്. 5 വേർഡ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ടുഗെദർ എന്നുള്ള വേർഡിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതിയാൽ യു വിൽ ഗെറ്റ് 5 സ്റ്റാർസ്. അപ്പോൾ നോക്കൂ, ടുഗെദർ ഒന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഗോ. ഫസ്റ്റ് വേർഡായിട്ട് നമുക്ക് ഗോ എന്ന് തന്നിട്ടുണ്ട്. വേറെ നമുക്ക് ഏതൊക്കെ കിട്ടും? ഗെറ്റ് എന്ന് കിട്ടും അല്ലേ? അതുപോലെ there എന്ന് കിട്ടും. ഇനി വേറെ ഏതൊക്കെ വേർഡ്സ് ആണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. Then we are moving to activity 2. My color, my pride. എൻ്റെ കളർ, എൻ്റെ pride, അഭിമാനം അല്ലേ? The rainbow people are excited to talk about their new colors. നമ്മുടെ റെയിൻബോ പീപ്പിളിന് പുതിയ കളേഴ്സൊക്കെ കിട്ടി. ദേ ആർ എക്സൈറ്റഡ് ടു ടോക്ക് അബൌട്ട് ദെയർ ന്യൂ കളേഴ്സ്. അവരുടെ കളേഴ്സിനെ കുറിച്ച്, അവർക്ക് കിട്ടിയിട്ടുള്ള പുതിയ കളേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ അവർ വളരെ എക്സൈറ്റഡ് ആണ്. വാട്ട് വിൽ ദേ സേ അബൌട്ട് ദെയർ കളേഴ്സ്? അവരുടെ കളേഴ്സിനെ കുറിച്ച് അവരെന്തൊക്കെയായിരിക്കും പറയുക? അപ്പോൾ ബ്ലൂ കളർ കിട്ടിയിട്ടുള്ള ആളുകൾ എന്താ പറയുക? ഐ ആം ബ്ലൂ. ഐ ആം ദ കളർ ഓഫ് ദി സ്കൈ. ഞാൻ ബ്ലൂ ആണ്. ഐ ആം ദ കളർ ഓഫ് ദി സ്കൈ. ഞാൻ ആകാശത്തിൻ്റെ നിറമാണ്. ദ വേൾഡ്സ് ലാർജസ്റ്റ് ആനിമൽ ഹാസ് മൈ കളർ. വേൾഡിലെ ലാർജസ്റ്റ് ആനിമൽ ബ്ലൂ വെയിൽ അല്ലേ? ഹാസ് മൈ കളർ. എൻ്റെ കളറാണ്. ദെൻ ദ യെല്ലോ മാൻ. യെല്ലോ പീപ്പിൾ പറയുന്നത് എന്താണ്? ഐ ആം യെല്ലോ. ഞാൻ യെല്ലോ ആണ്. ഐ ഷൈൻ ലൈക്ക് ദ സൺ. ഞാൻ സൂര്യനെ പോലെ തിളങ്ങും. ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ. ഞാൻ സൺഫ്ലവറിൻ്റെ കളറാണ്. ഇനി അവർ രണ്ടുപേരും പറഞ്ഞു, ബ്ലൂവും പറഞ്ഞു യെല്ലോയും പറഞ്ഞു. ബ്ലൂ കളറും യെല്ലോ കളറും അവരുടെ കളേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നൗ ലെറ്റ്സ് സീ വാട്ട് റെഡ് ആൻഡ് ഗ്രീൻ സേ അബൌട്ട് ദംസെൽസ്. റെഡും ഗ്രീനും അവരെ കുറിച്ച് എന്താണ് പറയുക എന്നുള്ളതിന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ റെഡ് എന്തായിരിക്കും പറയുക? റെഡ് പറയുന്നത് ഐ ആം റെഡ് അല്ലേ? ഐ ആം റെഡ്. ഐ ആം ദ കളർ ഓഫ് യുവർ ബ്ലഡ്. എനിക്ക് നിങ്ങളുടെ ബ്ലഡിൻ്റെ കളറാണ്. ദ സ്വീറ്റ് സ്മെല്ലിംഗ് റോസ് ഹാസ് മൈ കളർ. നല്ല മണമുള്ള, നല്ല മധുരമൂറുന്ന മണമുള്ള റോസാപ്പൂവിന് എൻ്റെ നിറമാണ് അല്ലേ? ഇനി അതുപോലെ ഗ്രീൻ കളർ എന്താണ് പറയുന്നത്? ഐ ആം ഗ്രീൻ. ഐ റെപ്രസെൻറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. നല്ല പച്ച വിരിച്ച് കിടക്കുന്ന നേച്ചർ, പ്രകൃതിയുടെ കളറാണ് എനിക്ക്. ഐ ആം ദ കളർ ഓഫ് ഫ്രഷ്നെസ്. ഞാൻ ഫ്രഷ്നെസ്സിൻ്റെ, ഉണർവിൻ്റെ, ഫ്രഷ്നെസ്സിൻ്റെ കളറാണ് എനിക്ക്. അപ്പോൾ ഇത്രയുമാണ് അവരെക്കുറിച്ച് പറയുന്നത്. മൈ കളർ, മൈ പ്രൈഡ് അല്ലേ? എൻ്റെ കളർ, എൻ്റെ അഭിമാനം. അത് തന്നെയാണ് ഈ ആക്ടിവിറ്റിയുടെ പേരും. അവരവരുടെ കളറിനെ കുറിച്ച് പറയുകയാണ്. സോ ദ ആക്ടിവിറ്റി 2 ഈസ് ഓവർ. ദെൻ ആക്ടിവിറ്റി 2, ഫീലിംഗ് ഇൻ വേർഡ്സ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ദ വേർഡ് വാവ് ഷോസ് സർപ്രൈസ് അല്ലേ? വാവ് എന്ന വേർഡ് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? നമ്മൾ സർപ്രൈസ് ആവുമ്പം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുക? ഹിയർ ആർ സം വേർഡ്സ് ദാറ്റ് ഷോ ഡിഫറെൻറ്റ് ഇമോഷൻസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള നമ്മുടെ ഇമോഷൻസ്, സങ്കടം അല്ലെങ്കിൽ സന്തോഷം, അത്ഭുതം, നമുക്ക് വേദനിക്കുമ്പോഴുള്ള അങ്ങനെയുള്ള ഒരു ഇമോഷൻ, ഇതൊക്കെയാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. Fill the blanks using the words given below that matches the situation. ഓരോ സിറ്റുവേഷനും മാച്ച് ചെയ്യുന്ന വേർഡ്സ് ഈ കോളത്തിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്യുക. ദാറ്റ് ഈസ് ദി ആക്ടിവിറ്റി 3. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വായിക്കാം.
വി ഹാവ് പ്ലേഡ് വെരി വെൽ, ഞങ്ങൾ വളരെ നന്നായി കളിച്ചു. പിന്നെ ഡാഷ് ഇട്ടിട്ട് വി ലോസ്റ്റ് ദ ഗെയിം, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഗെയിം തോറ്റുപോയി അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് നന്നായി കളിച്ചു പക്ഷെ കിട്ടിയില്ല അല്ലേ, ഒരു നിരാശയാണ്, അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അലാസ് എന്നാണ്. ഓക്കെ, അലാസ്. ദെൻ നെക്സ്റ്റ് ഡാഷ് our team has won the world cup this time അല്ലേ. ഡാഷ് our world has won the world cup this time. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, സോ ഹുറേ അല്ലേ. ഹുറേ, നമ്മൾ ഒരു ഇതൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ഹുറേ, our team has won the world cup this time. ഈ സമയം ഇപ്പോൾ ഞങ്ങളുടെ ടീം വേൾഡ് കപ്പ് ജയിച്ചിരിക്കുന്നു എന്ന് സന്തോഷം പറയുമ്പോൾ പറയേണ്ട വേർഡാണ് ഹുറേ. ഇനി നെക്സ്റ്റ് വാട്ട് എ ഫാന്റാസ്റ്റിക് ക്യാച്ച്, അതൊരു വണ്ടറാണ്, അത്ഭുതം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഏതാണ് അത്ഭുതം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക, വാവ് അല്ലേ, വാവ്. അപ്പോൾ ഇവിടെ വാവ് എന്നാണ് ചേർക്കേണ്ടത്. ഇനി നെക്സ്റ്റ് കയ്യിന് നല്ല പെയിന് പറ്റിയിട്ടുണ്ട്, എവിടെയോ തട്ടിയിട്ട്, യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിന് നീ ഇടിച്ചു അല്ലേ, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ എനിക്ക് വേദന ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും ഔച്ച് അല്ലേ, ഔച്ച് എന്ന വേർഡാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഡാഷ് ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ് അല്ലേ. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് ഏതാണ് ഇനി ബാക്കിയുള്ളത്, യാ അല്ലേ, യാ ആണ് കൊടുക്കേണ്ടത്. യാ ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്, അങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, now activity 4. We have seen the picture of colorful ribbons falling from the sky. നമ്മുടെ യൂണിറ്റിൽ സ്കൈയിൽ നിന്ന്, ആകാശത്ത് നിന്ന് കളർഫുൾ ആയിട്ടുള്ള റിബൺസ് വീഴുന്നത് കണ്ടു, റെയിൻബോ പീപ്പിൾ എന്ന ഭാഗത്ത്. ഹിയർ ഈസ് അനദർ പിക്ചർ, ഇവിടെ നമുക്ക് വേറൊരു പിക്ചർ തന്നിട്ടുണ്ട്, മറ്റൊരു പിക്ചർ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ. ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് നമ്മൾ എന്താണ് കാണുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണിത് ഡിസ്ക്രൈബ് ചെയ്യുക? ദിസ് ഈസ് എ വണ്ടർഫുൾ പിക്ചർ അല്ലേ. നമുക്കറിയുന്നത് പോലെ സ്കൈയിൽ നിന്നും ഒരുപാട് റിബൺസും ഐസ്ക്രീംസും പിന്നെ ആപ്പിൾസ്, അതുപോലെ ഒരുപാട് ഗിഫ്റ്റ്, അങ്ങനെ പല 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 സാധനങ്ങളും സ്കൈയിൽ നിന്നും അങ്ങനെ ചാടുന്നുണ്ട്. മെനി തിങ്സ് ആർ ഫാളിങ് ഡൗൺ ഫ്രം ദി സ്കൈ അല്ലേ. നമുക്ക് ഈ പിക്ചർ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് നോക്കാം. ഇറ്റ്സ് എ വണ്ടർഫുൾ പിക്ചർ, ഇതൊരു വണ്ടർഫുൾ പിക്ചറാണ്. മെനി ടോയ്സ്, ഗിഫ്റ്റ്സ്, ഫ്രൂട്ട്സ്, ഐസ്ക്രീംസ്, ബാംഗിൾസ്, സ്വീറ്റ്സ്, കളർഫുൾ റിബൺസ് ആർ ഫാളിങ് ഫ്രം ദ സ്കൈ. ഈ പറഞ്ഞ കളർഫുൾ റിബൺസ്, സ്വീറ്റ്സ്, ബാംഗിൾസ്, ഐസ്ക്രീംസ്, ഗിഫ്റ്റ്സ്, ഫ്രൂട്ട്സ് എല്ലാം സ്കൈയിൽ നിന്നും ഇങ്ങനെ ചാടുന്നുണ്ട് താഴേക്ക്. ദ ചിൽഡ്രൻ ആർ വെരി ഹാപ്പി, ഓൾ ദ ചിൽഡ്രൻ ആർ വെരി ഹാപ്പി, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എ ബോയ് ഈസ് ഹോൾഡിങ് എ ഗിഫ്റ്റ് ബോക്സ്, ഒരു ബോയ് ഒരു ഗിഫ്റ്റ് ബോക്സും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ എ ബോയ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ, ഒരു ബോയ് ട്രീയുടെ അടിയിൽ ഇരിക്കുന്നു. ആൻഡ് ഹാവിങ് ആൻ ഐസ്ക്രീം, അത് മാത്രമല്ല അവൻ ഐസ്ക്രീം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ദ ബോയ് വിത്ത് എ റെഡ് ഷർട്ട്, ഹു ഈസ് ദ ബോയ് വിത്ത് എ റെഡ് ഷർട്ട്? എ ബോയ് വിത്ത് എ റെഡ് ഷർട്ട് ട്രൈങ് ടു ക്യാച്ച് ആൻ ആപ്പിൾ, ഒരു ആപ്പിൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുകയാണ്. ദ ഗേൾ ഓൺ ദ റൈറ്റ് സൈഡിലുള്ള ഗേൾ, ദിസ് ഗേൾ ഈസ് ഹോൾഡിങ് എ ഹാൻഡ് ഫുൾ ഓഫ് സ്വീറ്റ്സ്, കൈ നിറയെ സ്വീറ്റ്സ് പിടിച്ചുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. ദർ ഈസ് എ മങ്കി ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ, മരത്തിൻ്റെ ചില്ലയിൽ ഒരു മങ്കി ഇരിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഗെറ്റ് ആൻ ആപ്പിൾ, ആ മങ്കിയുടെ കയ്യിൽ എന്ത് കിട്ടി? ഒരു ആപ്പിൾ മങ്കിക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾ ആർ മേക്കിംഗ് ഫൺ ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ഡേ, എല്ലാവരും സന്തോഷം കൊണ്ട് ഇരിക്കുകയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേയിൽ. ഇങ്ങനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇനിയും നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇനിയും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആക്ടിവിറ്റി 5. Colorful ribbons began to fall from the sky. Here the word colorful describes the ribbons. നമ്മുടെ യൂണിറ്റിൽ പഠിച്ചു കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫാൾ ഫ്രം ദ സ്കൈ, നമ്മുടെ യൂണിറ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ റിബൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ് കളർഫുൾ. നല്ല പല വർണ്ണങ്ങളിലുള്ള
റിബൺസ് എന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ്. സം ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് താഴെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബൈ ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദി ലിസ്റ്റ്. അപ്പോൾ താഴെ ബ്ലാങ്ക് ആയിട്ടുള്ള കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് തന്ന ഈ എക്സ്ട്രാക്റ്റിൽ. അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഈ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ദാറ്റ് ഈസ് ആക്ടിവിറ്റി 5. One day, Neha and her brother Rohan went to a dash beach. ഇവിടെ കൊടുത്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ബ്രൈറ്റ്, സാൻഡി, ബിഗ്, ഷൈനി, വാം. ഇതിൽ ബീച്ചിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതാണ്? സാൻഡി ആണ് അല്ലേ? മണൽപ്പരപ്പുള്ള അങ്ങനെയുള്ള ബീച്ച്. ദ സ്കൈ വാസ് ഡാഷ്. ആകാശം എങ്ങനെയുള്ളതാണ്? സ്കൈയിലേക്ക് അതിന് പറ്റിയ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ് ഇതിൽ ഷൈനി എന്ന് നമുക്ക് കൊടുക്കാം. ദ സ്കൈ വാസ് ഷൈനി ആൻഡ് ദ വാട്ടർ സ്പാർക്കിൾ അണ്ടർ ദ ഡാഷ് സൺ. സൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൂടാണ്. അപ്പോൾ വാം സൺ എന്ന് കൊടുക്കാം. ഒരു ഇളം ചൂടുള്ള സണ്ണാണ്. അപ്പോൾ ഒരു ഇളം ചൂടാണ് ആ വെയിലിനുള്ളത്. ദേ മെയ്ഡ് എ ഡാഷ് സാൻഡ് കാസിൽ. സാൻഡ് കാസിൽ നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കുട്ടികൾ മണൽ കൊണ്ട് രൂപങ്ങളൊക്കെ വീടുകളും ഒക്കെ ഉണ്ടാക്കും. ദാറ്റ് ഈസ് സാൻഡ് കാസിൽ. അപ്പോൾ ആ സാൻഡ് കാസിൽ എങ്ങനെയുള്ളതാണ്? ഇറ്റ്സ് എ ബിഗ് സാൻഡ് കാസിൽ. സോ നമുക്കിവിടെ ബിഗ് എന്ന് കൊടുക്കാം. ദേ മെയ്ഡ് എ ബിഗ് സാൻഡ് കാസിൽ ആൻഡ് കളക്റ്റഡ് ഡാഷ് ഷെൽസ്. ദേ കളക്റ്റഡ് നമുക്ക് ബ്രൈറ്റ് എന്ന് കൊടുക്കാം. ബ്രൈറ്റ് shells from the shore. Neha said this is the most amazing day ever. ആക്ടിവിറ്റി 5ൽ ഫില്ല് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക. ദെൻ ഇനി കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സിനുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ലോങ് ഹെയർ. ഇതിൽ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഫ്ലവറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്. ലോങ് എന്നുള്ളത് ഹെയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. കേളി ഹെയർ അല്ലേ? ചുരുണ്ട മുടി. കേളി ഹെയർ. ഷൈനിങ് സ്റ്റാർ, ഫ്രഷ് വെജിറ്റബിൾസ്, ബ്രേവ് റാബിറ്റ്, ക്രൂവൽ വൂൾഫ്. ഇത്രയും എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.